ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ചിത്രാരുൺ ലൈഫ് ടോക്കിലേക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം. ഇന്നലെ വിഷുവൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഈ വർഷത്തെ വിഷുവും കഴിഞ്ഞു. രാവിലെ ഇങ്ങനെ ഒരു ജോലിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ തോന്നി ഒരു എന്തായാലും ഇപ്പോൾ ഷോപ്പിൽ നിന്ന് സാധനം എടുക്കാൻ പോകണം. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുക, എന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാം. അപ്പം ഇന്നെന്താണ് പറയുന്നത്, ഇങ്ങനെ പോകുന്നതൊന്നും വീഡിയോ എടുത്ത് എനിക്ക് ഇടാനുള്ള ആ ഒരു ടെക്നിക്കലായിട്ടുള്ള അറിവൊന്നുമില്ല. അതിനൊക്കെ അതെനിക്ക് അത്ര വലിയ ഇതില്ല. എനിക്കിങ്ങനെ ഇങ്ങനെ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുക, അതിന് ആൾക്കാർക്കുണ്ടെങ്കിൽ അതിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അങ്ങനെ അവരെ മുന്നോട്ട് കൊണ്ടുവരിക, ഇതൊക്കെയാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ നമുക്കിപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. നമുക്കത് എൻ്റെ ഇഷ്ടം ഇതാണ്, എനിക്ക് താല്പര്യം ഇതാണ്. നമുക്കറിയുന്ന കാര്യങ്ങൾ പങ്കുവെച്ച് കൊടുക്കുക, അതുവഴി മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകുക, അവരും നല്ല രീതിയിൽ മുന്നോട്ട് വരിക എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പം നമ്മൾ പറയും, ഇത് ഒരു ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ഓർമ്മ വരുന്നപ്പോൾ, ഉദ്ധരേതാത്മനാത്മാന ആത്മനാവസാദേ ഹി ആത്മനോ ബന്ധുരാത്മൈ ബരുപുരാത്മന. നീ നിൻ്റെ മനസ്സിനെ നിൻ്റെ മനസ്സുകൊണ്ട് തന്നെ ഉയർത്തണം, അല്ലേ? നിൻ്റെ മനസ്സാണ് നിൻ്റെ ശത്രു. നീ ഒരിക്കലും അതിനെ തളർത്തരുത്, ഉയർത്തിക്കൊണ്ട് വരണം. അതിന് വേറെ ആർക്കും സാധിക്കില്ല, നമുക്ക് തന്നെ സാധിക്കത്തുള്ളൂ. അവിടെ ഈശ്വരനെ കൂട്ടുപിടിച്ചുകൊണ്ട് എപ്പോഴും മനസ്സ് ശുദ്ധമാക്കി വെക്കുക, ചിത്തം ശുദ്ധമാക്കുക എന്നുള്ളൊരു, അതാണ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊക്കെ തനിയെ വന്നുകൊള്ളും. അതിന് നമുക്ക് കുറച്ച് പാടാണ്. നമ്മൾ ഈ ഭൗതികമായ എല്ലാ ഇതിലും കിടന്ന് ഒരു മായയിൽപ്പെട്ടല്ല, എല്ലാവർക്കും ഒരു ഇതുണ്ട്. ഈയിടെ നമ്മൾ ഞാനൊരു ഇത് കേട്ടു, നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. അപ്പം അവരും പറയുകയാണ്, നമ്മൾ ഇതൊക്കെ നേരത്തെ ആകേണ്ടിയായിരുന്നു എന്ന് ഞാനും ചിന്തിച്ചു. പക്ഷേങ്കിൽ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങളിൽപ്പെട്ട് നല്ലൊരു പൊസിഷനിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരു സ്ത്രീയാണ്. അവരിങ്ങനെ പറയുന്നു, പേരൊന്നും പറയുന്നില്ല, പിന്നെ അതൊരു വിവാദമൊക്കെ ആക്കി കളയും, അതുകൊണ്ട് വേണ്ട. നമ്മൾ ആരുടെ ഇതിന് വേണ്ടിയില്ല, നല്ല വഴിയെ സഞ്ചരിക്കാൻ അല്ലേ? നമുക്ക് നേരാം വഴികാട്ടും ഗുരുവല്ലോ പരദൈവം. വീണ്ടും അല്ലേ, നമുക്കൊരു വളഞ്ഞ വഴിയുമില്ലാതെ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് മനസ്സ്, ചിത്തം ശുദ്ധമാക്കുക, പ്യൂരിറ്റി ഓഫ് മൈൻഡിൻ്റെ ശുദ്ധത തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു മാർഗം. മറ്റുള്ളവർക്ക് നമ്മൾ സാധാരണ അവസ്ഥയിലിരിക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ മറ്റൊരാൾക്കും നോക്കും, അവർ നല്ല സാരി ഉടുത്തോ, ഇവർ നല്ല സാരി ഉടുത്തോ, അവൻ നല്ല വീട് വെച്ചു, അവർ നല്ല വണ്ടി വാങ്ങി, അയ്യോ എനിക്ക് പറ്റുന്നില്ലേ, നമ്മൾക്കൊരു അസൂയാജനകമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ മുക്തമായി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ജോലി വേണം, നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. അല്ലാതെ മറ്റുള്ളവരിലോട്ട് നോക്കി അവർ അസൂയയും പറഞ്ഞ് മറ്റു ഊഹാപോഹ കഥകളും പറഞ്ഞ് അതൊക്കെ നമ്മൾ ഒഴിവാക്കണം ജീവിതത്തിൽ നിന്ന്. മറ്റുള്ളവരെ ആവശ്യമില്ലാതെ വിമർശിക്കുന്നതും. അപ്പം ഞാൻ എന്നാലും അങ്ങനെ തന്നെ ഒരാളായിരുന്നു. നമുക്കും പലരുടെ കൂടി സംസാരിക്കുമ്പോൾ നമ്മളും അറിയാതെ അങ്ങനെ ആയിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത്, സുജനാനാം ചാരത്ത് വസിപ്പാനൊരു ഭാഗ്യം തരണം എന്ന് വെച്ചാൽ നല്ല ആൾക്കാരുമായിട്ടുള്ള സംസർഗം, നമുക്ക് നന്മ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യണം. യാതൊന്ന് കാണുവതത് നാരായണ രൂപം, യാതൊന്ന് കേൾപ്പതത് നാരായണ നാമം എന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഹരിനാമകീർത്തനത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ഇത് വരുമ്പം നമ്മൾ ഇതൊക്കെ തന്നെ ഇങ്ങനെ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അവിടെ നമുക്കെല്ലാം സാധ്യമാകും. വീണ്ടും വീണ്ടും പറയുകയാണല്ലേ, സാധിക്കും സകലം. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുക. നമുക്കതിന് നമ്മളൊരാളെ നമ്മൾ കണ്ട വേറൊരാളെ കുറ്റമൊന്നും പറയരുത്. അതൊക്കെ നമുക്ക് നെഗറ്റീവാണ് തരുന്നത്. നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞ് ഇരിക്കുമ്പം അല്ലേ, നമുക്ക് സാധാരണ ജീവിതം നയിക്കുമ്പം സ്വാഭാവികമായിട്ട് അതൊക്കെ ഉണ്ടാകുന്ന ഒരാളെ കുറ്റം, ഇപ്പം വേറൊരാൾ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ അവർ മോശക്കാരാണെന്ന് പറഞ്ഞ് അവരെ അങ്ങ് തരം താഴ്ത്തിയല്ല വേണ്ടുന്നത്. അവരെയും നമ്മൾ നല്ല വഴിയെ നയിക്കാനൊക്കെ ഉള്ള ഒരു ഇതാക്കണം. കാര്യം ഇപ്പോൾ കാലം ഒരുപാട് മാറി, വളരെ ഭയാനകമായ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളായാലും ഒക്കെ വളരുന്നത് ഒക്കെ വളരെ അവരൊക്കെ വേറൊരു അധോലോകത്തിലെ നായകന്മാരൊക്കെയാണെന്ന് ഞാൻ പറയും. അപ്പം എൻ്റെ മക്കളൊക്കെ ആണെങ്കിലും അങ്ങനെ അത്ര വലിയൊരിതല്ല. പിന്നെ എന്നാലും കുറച്ചൊക്കെ അവർക്ക് അറിയാം, അത്ര അങ്ങ് വലിയ ഇതില്ല, എന്നാലും കുറച്ചൊക്കെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് ജീവിക്കാനൊക്കെ അവർക്കറിയാം. അങ്ങനെയൊക്കെയുള്ള
ഇതുണ്ടോ അവർക്ക്. എങ്കിലും അവർ ഇത്രയും ഇതിൽ എൻ്റെ അത്രയൊന്നും അങ്ങനെ പെട്ടെന്ന് ഇതിലോട്ടൊന്നും വരുമോ എന്ന് എനിക്കറിയാം. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ വരും. നമ്മളൊരു വിത്തിട്ട് കൊടുത്താൽ അത് എപ്പോഴെങ്കിലുമൊക്കെ മുളച്ച് പൊങ്ങി വരും. അവർക്ക് അറിയാൻ പറ്റും നല്ല മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നതിൻ്റെതായ ഒരു സുഖം അവർക്ക് അറിയാം. പിന്നെ പുറം ചുറ്റും കാണുന്നതൊന്നും നല്ലതല്ല. എല്ലാവരും ഇങ്ങനെ പിന്നെ അവരും തന്നെ അമ്മ എന്താ ഇങ്ങനെ ആയെന്ന് അവരെന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം കൂടെ. അതൊന്നും സാരമില്ല, അത് ഈശ്വരൻ്റെ കൃപ എന്ന് ഞാൻ പറയും. ദൈവം തന്ന ദൈവത്തിൻ്റെ കൃപ. അങ്ങനെ നമ്മളുടേതായ നമുക്കിപ്പം നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ നമ്മളെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ ആയി പേടിയാണ്. അയ്യോ ഇനി ഇത് എന്തോ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇനി എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇതിൻ്റെ പുറകെ പോയി അങ്ങനെയൊന്നും അല്ല. അതൊക്കെ ഗുരുദേവൻ്റെയൊക്കെ കൃതികളൊക്കെ നന്നായിട്ട് പഠിക്കുമ്പം ബൈബിൾ നമ്മൾ കുറച്ച് അറിവുള്ള കാര്യങ്ങളൂടെ കേൾക്കുകയൊക്കെ ചെയ്യണം. അപ്പം എപ്പോഴും പ്രാർത്ഥന എന്നുള്ളതല്ല, പ്രാർത്ഥിക്കണം രാവിലെയും വൈകിട്ടും. നമ്മളെങ്ങനെ പ്രാർത്ഥിക്കുന്നത്, നമുക്ക് അത് തരണേ ഇത് തരണേ എനിക്കത് വേണം ഇത് വേണം, അതല്ല പ്രാർത്ഥന ശരിക്കും. അതിലൊക്കെ ഉപരിയായിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഇതേ അറിയത്തുള്ളൂ, ഓം നമ ശിവായ. ആ ഓം നമ ശിവായ അങ്ങ് ജപിച്ചാൽ മതി നമ്മൾ. അല്ലെങ്കിൽ ഓം നമോ നാരായണായ, അല്ലെങ്കിൽ ഹരേ രാമ എന്താണോ നമുക്ക് ഉള്ളത്. അല്ലാതെ അത് ചൊല്ലിയാലാണോ ശക്തി കൂടുതൽ, ഇത് ചൊല്ലിയാലാണോ ശക്തി കൂടുതൽ, ഒന്നിൻ്റെ പുറകെ ചാടി ഒന്നും പോകണ്ട. ഏതാണോ നമുക്കിഷ്ടം, നമ്മളിൽ ഇതായിട്ടുള്ളത് അത് തന്നെ ചെയ്യുക. ഇപ്പം പെട്ടെന്നൊരു ദിവസം പുസ്തകം എടുത്ത് വെച്ചിട്ട് നമുക്ക് നാരായണീയം വായിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾക്ക് എന്താണോ പറ്റുന്നത്, നമ്മുടെ നാവിനും നമ്മുടെ മനസ്സിനും ഏറ്റവും കൂടുതൽ പറ്റുന്ന എന്താണോ അത് ചെയ്യുക. അല്ലാതെ വലിയ സംസ്കൃത ശ്ലോകങ്ങളൊന്നും എടുത്ത് വെച്ച് ചൊല്ലുകയൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളറിയാതെ ഇങ്ങനെ ഓരോന്ന് വേണ്ടാത്തതിനെയൊക്കെ ഇങ്ങനെ കളയും. നമ്മൾ കൂടുതലായിട്ട് ആർജിച്ചതിനെയൊക്കെ നമുക്ക് വേണ്ടാത്തത് എന്തൊക്കെയോ കൂടുതൽ നമുക്കുണ്ട്, അതിനെയൊക്കെ കളഞ്ഞ് ഈശ്വരൻ നമ്മളെ ഒരു നല്ല ഒരു ലെവലിലെത്തിക്കും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പം ശരി, എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പടിയിലേക്കൊക്കെ പോവുകയാണ്. ഫുഡ് ഉണ്ടാക്കണം, ചോറ് കൊടുക്കണം, കടയിൽ പോകണം, സാധനം എടുക്കണം, പണികൾ ഒരുപാടുണ്ട്, ജോലികൾ ഒരുപാടുണ്ട്. പക്ഷേ അതൊന്നും ഒരു ഭാരമല്ല. എല്ലാം എൻ്റെ ഭഗവാനെ സമർപ്പിച്ച് ഞാൻ ചെയ്യുകയാണ്. ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.